ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തു ത്വാഹ 47-48 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഫഅ്തിയാഹു ഫഖൂലാ, ഇതിൽ ഹംസയുടെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫഅ്തിയാഹു എന്ന് പറയാൻ പറ്റുകയില്ല. പലപ്പോഴും ആളുകൾ തെറ്റായി ഫഅ്തിയാഹു പറയും. അത് ശരിയാക്കുക. ഹംസ ഷിദ്ദ എന്ന സിഫത്തുള്ള അക്ഷരമാണ്, ഷിദ്ദത്തിൻ്റെ ഹർഫാണ്. അതുകൊണ്ട് കടുപ്പത്തിൽ ഫഅ്തിയാഹു എന്ന് പറയണം. ഫഅ്തിയാഹു ഫഅ്തിയാഹു എന്ന ശബ്ദത്തിന് കൂടുതൽ ചലനവും വരാൻ പാടില്ല. കൽക്കലത്തിൻ്റെ ഹർഫുകൾ ഉച്ചരിക്കും പോലെ സുക്കൂനിനെ അങ്ങനെ ചലിപ്പിച്ച് പറയാനും പറ്റുകയില്ല. അപ്പോൾ ഫഅ്തിയാഹു ഫഖൂലാ, ഫഖൂല എന്ന് പറയുമ്പോൾ ഖാഫ് ഇസ്തിഅലാൻ്റെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ആപേക്ഷികമായ തഫ്ഖീം അതിന് കൊടുക്കണം. ഫഅ്തിയാഹു ഫഖൂലാ, ഇതിൽ ഖാഫിന് തഫ്ഖീം കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നാൽ മറ്റെല്ലാ അക്ഷരങ്ങളും തഫ്ഖീമിൻ്റെ വിപരീതമായ തർക്കീക്ക് നൽകി ഉച്ചരിക്കേണ്ട ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. അപ്പോൾ ഫഅ്തിയാഹു ഫഖൂലാ, ഫഖൂലാ എന്നതിലെ അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. ഫഖൂലാ ഇന്ന, നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇന്നാ റസൂല റബ്ബിക്, റാകൾ ആവർത്തിച്ച് ഈ വചനത്തിൽ വരുന്നുണ്ട്. നന്നായി റാഹിൻ്റെ ഉച്ചാരണം പരിശീലിക്കുവാൻ പറ്റിയ വചനവുമാണ്. തഫ്ഖീം ചെയ്താണ് ഈ റാകളെ ഉച്ചരിക്കേണ്ടത്. റസൂല റബ്ബിക, റസൂല റബ്ബിക ഫഅർസിൽ, ഇവിടെയും റാ സാക്കിനത്തായി വന്നു. തൊട്ടു മുമ്പിൽ ഫത്ഹുണ്ട്. ഫഅർസിൽ മഅന, റായിനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിക്കണം. ഫഅർസിൽ മഅന ബനി ഇസ്രായീല, ഫഅർസിൽ മഅന ബനി എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. യായിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. എന്നാൽ ഇസ്രായീല ഇതിലുള്ള ദീർഘമാകട്ടെ മദ് മുത്തസിൽ വാജിബാണ്. അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നിർബന്ധമായും ദീർഘിപ്പിക്കുക. റാഇൻ്റെ തഫ്ഖീം സൂചിപ്പിച്ചു. ആ തഫ്ഖീം അതിൻ്റെ ദീർഘത്തിലും നിലനിർത്തേണ്ടതാണ്. ഇസ്രാ എന്ന് തഫ്ഖീമോടുകൂടി റാഹിനെയും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനെയും ഉച്ചരിക്കുക. വലാ തുഅസ്സിബ്ഹും, ദാല് വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. പലപ്പോഴും ആളുകൾ വലാ തുഅസ്സിബ്ഹും എന്ന് സാ പോലെ ഉച്ചരിക്കും. അതുപോലെ പല അബദ്ധങ്ങളും വരാറുണ്ട്. എല്ലാ ഹർഫുകളും കൃത്യമായി മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കേണ്ടതാണ്. വലാ തുഅസ്സിബ്ഹും ഖദ് ജിനാക, ഇവിടെ ഖദ് എന്ന് പറയുമ്പോൾ ഖാഫിന് തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാൻ്റെ ഹർഫാണ്. ദാലിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. ഖദ് ജിനാക, ജിനാക. നേരത്തെ ഫഅ്തിയാഹു പറഞ്ഞപ്പോൾ ഹംസയുടെ കാര്യം പറഞ്ഞത് ഓർക്കുക. അതേ കാര്യം അവസ്ഥ തന്നെയാണ് ഇവിടെയും. ജിനാക സാക്കിനത്തായ ഹംസ കടുപ്പത്തിൽ ഉച്ചരിക്കുക. ഖദ് ജിനാക ബിആയതിൻ മിർ റബ്ബിക്, ബിആയതിൻ ഹംസയുടെ ദീർഘം ഇസ്തിഫാലിൻ്റെ ഹർഫാണ്, തർക്കീഖാണ് എന്നത് സൂചിപ്പിച്ചു. ബിആയത്തിൻ എന്ന് പറയുന്നത് ബിആയതിൻ മിർ റബ്ബിക്. ആയത്തിൻ എന്ന ആ തൻവീനിനെ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. എന്നാൽ മിൻ റബ്ബിക എന്ന സാക്കിനത്തെ അനൂനിനെ ശേഷമുള്ള റായിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ മിർ റബ്ബിക്, ബിആയതിൻ മിർ റബ്ബിക് വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ,
എല്ലാ അക്ഷരങ്ങളും തർക്കീഖിൻ്റെ അക്ഷരങ്ങളാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. വസ്സലാമു അലാ മനിത്തബഅൽ ഹുദ. ഐന് തൊണ്ടയുടെ മധ്യം എന്ന അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന നൂൻ മുഷദ്ദദയെ മണിക്കുക. ഖദ്, വീണ്ടും ഈ ഖദ് എന്ന പദം ആവർത്തിക്കുന്നു. ഖാഫിനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ച് ഉച്ചരിക്കണം. ദാലിന് സുക്കൂൻ വന്നതുകൊണ്ട് ഖൽഖല സൂറ നൽകി ഉച്ചരിക്കുക. ശബ്ദം ഹർക്കത്ത് പോലെ ചലിപ്പിക്കുക. ഖദ് ഊഹിയ ഊഹിയ ഇലൈന. ഹ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. തൊണ്ടയുടെ മധ്യം എന്നതാണ് അതിൻ്റെ മഖ്റജ്. ഊഹിയ ഇലൈന. ഈ ഹായിൻ്റെ പ്രത്യേകത, അതിന് കസ്റ് വരുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് തെറ്റാണ് ഉച്ചാരണത്തിൽ സംഭവിക്കാറുള്ളത്. ഊഹിയ ഊഹിയ എന്ന് ഹായ് പോലെ പറയും, അല്ലെങ്കിൽ ഹായിലേക്ക് അടുത്ത ഒരു ശബ്ദമാക്കി ഉച്ചരിക്കാറുണ്ട്. അത് തെറ്റാണ്, അത് സൂക്ഷിക്കേണ്ടതാണ്. ഊഹിയ ഊഹിയ എന്ന് ക്ലിയറായി ഹായ് ഉച്ചരിക്കണം. ഇലൈന, ഇതിലുള്ള അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. അന്നൽ അദാബ, നൂൻ മുഷദ്ദദയെ മണിക്കുക. ഐന്, ദാല് തുടങ്ങിയ ഹർഫുകൾ വെളിവായി അതിൻ്റെ മഖ്റജിൽ നിന്ന് കൃത്യമായി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. അന്നൽ അദാബ അലാ മൻ കദ്ദബ വതവല്ല. അലാ മൻ കദ്ദബ, സാക്കിനത്തായ നൂനും ശേഷം കാഫും വന്നിരിക്കുന്നു. ഇഖ്ഫാ ഹഖീഖി എന്ന നിയമമനുസരിച്ച് നൂനിനെ മറച്ചു മണിക്കണം, അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മൻ കദ്ദബ, മൻ എന്ന് ക്ലിയറാക്കരുത്. മൻ കദ്ദബ കദ്ദബ വതവല്ല. വാവുകൾ 2 ചുണ്ടുകളിൽ നിന്ന് തന്നെ വരണം. വതവല്ല എന്ന് താഴെ ചുണ്ടും മേലെ പല്ലും ചേർത്ത് പറയരുത്. വതവല്ല. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. فأتياه فقولا إنا رسولا ربك فأرسل معنا بني إسرائيل ولا تعذبهم قد جئناك بآية من ربك والسلام على من اتبع الهدى إنا قد أوحي إلينا أن العذاب على من كذب وتولى